തൊടരുത്, നിങ്ങൾ നീങ്ങി നിൽക്കുക, എന്താണ് കാണിക്കുന്നത്? അത് ഒരു പേഷ്യന്റെ നമ്മൾ മനസ്സിൽ പറയും, അയ്യോ ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇതൊരു ദേശീയ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്ത് കാര്യം കേട്ട് കഴിഞ്ഞാലും അതിലൊരു നെഗറ്റീവ് എങ്ങനെയാണ് അതിൽ കുനിഷ്ട് കണ്ടുപിടിക്കുക? ആ പറഞ്ഞ വ്യക്തിനെ ഏത് വിധത്തിലാണ് എനിക്കൊന്ന് താത്തി കെട്ടി അവരങ്ങനെ ഇപ്പം അങ്ങോട്ട് ഞെളിയണ്ട. നമ്മൾ പല പേരുകൾ വിളിക്കും, തള്ളൽന്നു പറയും, എന്തോ ഒരു പൊങ്ങച്ചം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾക്കുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ചും കൂടി കമന്റ്സ് ഒക്കെ വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരാളെ നിരാശപ്പെടുത്തില്ല, എല്ലാവർക്കും ഉള്ള മറുപടി ഞാൻ തരും കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സഭയം മറക്കരുത്. അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഓഫ് കോഴ്സ് കമന്റ്സായി രേഖപ്പെടുത്താം. ഡെഫിനറ്റ്ലി ഒരു വീഡിയോയുമായി അതിനുള്ള മറുപടികളുമായി ഞാൻ വന്നു തന്നെ ഇരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ജോബ്സ്, നമുക്ക് എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നു, അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ഒരു തുടർച്ച എന്ന് വേണം, കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതനുസരിച്ച് തന്നെ പോകണം അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മൾ കണ്ടിട്ട് കേട്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരാതിരിക്കുന്നുണ്ട്, അവര് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഓസ്ട്രേലിയ, USA അല്ലെങ്കിൽ അയർലൻഡ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യാൻ വരുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള അറിവുകളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ, വലിയ കാര്യങ്ങളൊന്നുമല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാനൊരു ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഇൻസിഡൻസ് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നടന്ന ടു സെഡ് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. കാരണം ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അതാണ് നമ്മൾ നമ്മുടെ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണ്, ഇതൊക്കെ കണ്ട് മുന്നോട്ട് എനിക്ക് എൻ്റെ ലൈഫ് ബെറ്റർ ആക്കണം എന്നുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ് ചെയ്യുക. ഇന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ ഇൻസിഡന്റ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം, ഞാൻ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ സ്റ്റാഫ് വരുമ്പോൾ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ അവരൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കും. അല്ലെങ്കിൽ അവരൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കും അല്ലെ, പേഷ്യൻസിന്റെ അടുത്തേക്ക് അവരുടെ കൂടെ പെട്ടെന്ന് പോകാൻ വേണ്ടി. ഒരു ഡിലേ ഉണ്ടാകാൻ പാടില്ല. അവർ ഒരു ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ച ഒരു പ്രത്യേക രീതികൾ തന്നെയുണ്ട്. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ അവർ വരുമ്പോൾ പെട്ടെന്ന് അവരോട് പോകുന്നു. മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും മോസ്റ്റ് ഓഫ് ദ ഓർഡേഴ്സ് നമുക്ക് കിട്ടുക എങ്ങനെയാണ്, ഇതങ്ങോട്ട് ചെയ്യൂ, അത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്തില്ലേ അല്ലെ, അവർ ഷൗട്ട് ചെയ്യണം. അവർ നമുക്ക് ആ ഒരു റൗണ്ട്സും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള പേഴ്സണെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു പേടി പോലെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഞാനൊക്കെ പഠിച്ച കാലത്ത്. ഇപ്പം മേ ബി ചേഞ്ചസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഞാനൊക്കെ ലീവിന് വരുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ ഒരു ഡോക്ടറൊക്കെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബാഡ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് നമ്മൾ നാട്ടിൽ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ആരും തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലോ വേണ്ട, ഹോസ്പിറ്റലൊന്നും വേണ്ട കേട്ടോ, ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പോവാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് പോണ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ മനസ്സിൽ പറയും, അയ്യോ ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്, ഇതൊരു ദേശീയ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡോക്ടർക്ക് ഇവർ നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ, ഫ്രീ ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ഒന്നും അല്ലല്ലോ. അങ്ങനെ അല്ലെ, എന്താ കാരണം അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭാഷ, അവരെങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്ന ആ രീതിയൊക്കെയാണ് നമ്മളെ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു പെട്ടെന്നൊരു ഇൻസിഡന്റ് പറയാട്ടോ, ഒരു ചെറിയൊരു കാര്യം. ആരും പറയണ്ട കേട്ടോ ഞാൻ നിങ്ങളെ ഭാഷ പഠിപ്പിക്കാൻ വന്നത്, ആ പരിപാടി ഒന്നുമല്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതായത് ഓസ്ട്രേലിയ, UK ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കൃത്യമായി മനസ്സിലാകും, ആളുകളുടെ സംസാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ. അത് നമ്മൾ അങ്ങനെ ഒരു നോർമലി ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ കുറച്ച് ഒരു ഹയർ പൊസിഷനിലാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി അത് അത്രയ്ക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നേഴ്സ് പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. പെട്ടെന്ന് വേറൊരു നേഴ്സ് വന്നിട്ട് ആ ഫീൽഡിലൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. അതായത് ആ സെറ്റ് ചെയ്ത് വെച്ചത് കാര്യങ്ങളിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മറ്റേ നേഴ്സ് വളരെയധികം മോശമായിട്ട് ഷൗട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊടരുത്, നിങ്ങൾ നീങ്ങി നിൽക്കുക, എന്താണ് കാണിക്കുന്നത്? അത് ഒരു പേഷ്യന്റെ മുമ്പിൽ വെച്ചാ പറയുന്നത്. മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റെറൈൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും നമ്മൾ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഏരിയ, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ തള്ളിമറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടിയൊക്കെ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ
എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ കേട്ട നേഴ്സ് അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ പെട്ടുപോയ നേഴ്സ് ഓഫ് കോഴ്സ് നല്ല ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും റെസ്പോണ്ട് ചെയ്യും. പക്ഷേ എന്താണ് ഒരു പ്രൊഫഷണൽ വേ, നമ്മൾ അവിടെ വെച്ച് പറയത്തില്ല, മാറ്റി നിർത്തി പറയും. എന്നിട്ടും ആ നേഴ്സിന് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം തന്നെ നമ്മളത് നമ്മുടെ മാനേജറെ അറിയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള പേഴ്സണെ അറിയിക്കുകയോ അതിലൊരു സൊല്യൂഷൻ. കാരണം ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ലാംഗ്വേജ്, അതായത് പ്ലീസ് പറയണോടത്ത് പ്ലീസ് പറയണം, അല്ലെ? നമുക്കത് നല്ല രീതിയിലും പറയാം. നിങ്ങളത് ടച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയാം, അല്ലെ? അപ്പോൾ അതൊരു ആ മറ്റേ പേഴ്സണും വിഷമാകത്തില്ല. ആ ഒരു ചെറിയ കാര്യം ഇനിയിപ്പോ അതൊരു ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും എത്ര വലിയ എമർജൻസിയുടെ സമയത്താണെങ്കിലും നമുക്ക് ഒരു പേഴ്സണെയും റെസ്പെക്റ്റ് ഇല്ലാതെ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പാടില്ല. അപ്പൊ ആ ബ്ലാങ്കറ്റും കൂടെ എടുക്കൂ, ഇതങ്ങ് വയ്ക്കൂ, അങ്ങനെ പറയാൻ പാടില്ല. അത് ഭയങ്കര മോശമായിട്ട് നമുക്ക് പ്ലീസ് താങ്ക് യു ഇതൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര റൂഡായി കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ പറയും ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യാന്ന് പറയും. അപ്പൊ അതൊക്കെ വലിയ വലിയ കംപ്ലൈൻസിലേക്ക് പോകും. വളരെ നിസ്സാരം എന്ന് ചില ആളുകൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വലിയൊരു കാര്യമാണെന്നാണ് പറയണത്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരാൾ നമുക്കൊരു ഡോറ് തുറന്നു തന്നാൽ, ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്, പക്ഷേ ഒരു വ്യക്തി നമുക്ക് വേണ്ടി ഒരു ഡോറ് തുറന്നു തന്നാൽ എത്ര പേര് താങ്ക് യു പറയാറുണ്ട്? നമ്മളങ്ങനെ പ്രാക്ടീസ് നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ നമ്മളധികം കണ്ടിട്ടില്ല, അല്ലേ? പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നിങ്ങളൊരു റൂഡ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു റെസ്പെക്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പേഴ്സൺ ആണ്, അങ്ങനെ ഒരു നെയിമൊക്കെ നമുക്ക് വരും. അപ്പം നമുക്ക് അങ്ങനെ നെയിമൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? കാരണം നമ്മുടെ നേഴ്സസ്, ഡോക്ടേഴ്സ് എന്ന് വേണ്ട എല്ലാ പ്രൊഫഷണൽസും വളരെ സ്മാർട്ടാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ അത് മതി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ നല്ല പേരും കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇപ്പൊ ഞാനിങ്ങനെ ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ചില ആളുകൾക്കൊക്കെ ഈ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ഞാൻ തള്ളി മറയ്ക്കാണെങ്കിലും എന്താണെന്ന് അറിയത്തില്ല, തള്ളി മറയ്ക്കുന്ന കമന്റ് എൻ്റെ മനസ്സിൽ ഇത് പോകുന്നില്ല. മറയ്ക്കാണെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. കാരണം നേഴ്സിംഗ് എന്താണ്, നേഴ്സിംഗിലെ കാര്യങ്ങൾ ഇതൊന്നും പഠിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വരുത്തും. ഇപ്പൊ ചില ആളുകൾ പറയണ്ടായിരിക്കും, വന്നുട്ടാ ഓസ്ട്രേലിയയിൽ പോയ ആളുകളുടെ കാര്യം പോക്കാണെന്ന് പറയുന്ന ഒരു പേഴ്സൺ. അങ്ങനെ വേണ്ട, നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാട്ടോ, കുറച്ച് സന്തോഷം തരുന്ന കാര്യങ്ങളും കൂടി. നിങ്ങൾക്കറിയാം ഇവിടെ ഏത് ജോലിയാണെങ്കിലും നല്ല പൈസ കിട്ടും. നല്ല പൈസ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല റിസ്ക് ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ ഒരു നേഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും മിനിമം ഒരു ദിവസം അവർക്കൊരു 10,000 ഇന്ത്യൻ മണിയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക തന്നെ വേണം. എന്നാൽ അത് വലിയ കാര്യമാണോ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വന്നു പുതിയൊരു സ്ഥലമൊക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പ്രശ്നമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായി. പക്ഷേ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ നമുക്ക് പറയും ആരംഭശൂരത്വം, അല്ലെങ്കിൽ പറയത്തില്ലേ പുത്തനച്ചി പെരപ്പുറം തൂക്കുന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഭയങ്കര ഉഷാറായിരിക്കും. പക്ഷേ ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇൻട്രസ്റ്റ് ഒക്കെ പതുക്കെ ഇങ്ങോട്ട് പോരും. കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു തുടങ്ങും. അപ്പോൾ എന്തുണ്ടാവും എന്നറിയോ, അത് പിന്നീട് ഒരു വർഷമൊക്കെ ആവുമ്പോഴേക്കും എനിക്ക് എല്ലാം അറിയാം, ഇനിയിപ്പോൾ ഞാൻ പണ്ട് ചെയ്ത പോലെയൊന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല, കുറച്ചൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി എനിക്ക് എൻ്റെതായ രീതികളിലൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പതുക്കെ നമ്മൾ തന്നെ മാറും. അപ്പം എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അത് കുഴപ്പമുണ്ടാവില്ല. ഒരുവിധം എല്ലാ സിറ്റുവേഷൻസിലും നമ്മളതൊക്കെ കോപ്പൊക്കെ ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടൊക്കെ പോകും. പക്ഷേ എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ പെടുന്നത്. നമ്മൾ ഇത്രയും പൈസയൊക്കെ ചിലവാക്കി നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ വന്ന് ഇത്രയ്ക്കൊക്കെ ലക്ഷങ്ങളൊക്കെ വാരിക്കൂട്ടുന്ന ആളുകൾ ഓരോ മാസമൊക്കെ നന്നായി സാലറി മേടിച്ച് ലൈഫൊക്കെ നന്നായി സെറ്റിലാക്കാൻ ആഗ്രഹിച്ച് വന്നിട്ട് പണി മേടിച്ച് തിരിച്ചു പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും? ഒരാൾക്കും ആഗ്രഹം കാണത്തില്ല. അപ്പോൾ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഡെയിലി നമ്മൾ കാണുന്നത് കൊണ്ട്, അതായത് ഇപ്പം നമുക്കും സംഭവിക്കാം, നമ്മളൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ആളുകൾ ഇപ്പോഴും നമുക്കറിയില്ല. നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാ മനുഷ്യരും ലൈഫിൽ ഓരോ കാര്യങ്ങളിലൂടെ കടന്നുപോയി കാര്യങ്ങൾ പഠിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പം ചില സമയത്ത് മിസ്റ്റേക്സ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ വരാം. പക്ഷേ മിസ്റ്റേക്സ് ഹാപ്പൺ ചെയ്യാം. പക്ഷെ വീണ്ടും അത് സംഭവിച്ചാൽ നമ്മളത് മിസ്റ്റേക്കാന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ കമൻസുകളായി രേഖപ്പെടുത്താം. അപ്പം ഞാൻ ഒന്നെങ്കിൽ ഒരു ലൈവ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോസ് തന്നെയായിട്ട് നിങ്ങൾക്കുള്ള മറുപടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ
ഒന്ന് രണ്ട് ദിവസം എനിക്ക് അറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ കമൻസുകൾക്ക് മറുപടി തരാനായിട്ട് ഒരു വീഡിയോയിലൂടെയൊക്കെ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരും സബ് ചെയ്തില്ലേ, അപ്പോൾ ഓടി വരാം. പൊങ്കാലിടാനുള്ള നമ്മുടെ ഉണ്ണികളും കൂടി വന്ന് വേഗം പൊങ്കാല ഇട്ടോ. എന്താണെന്നറിയത്തില്ല, പൊങ്കാലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ വീഡിയോസ് തുടർച്ചയായി കാണുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാം, പൊങ്കാലകൾക്ക് എൻ്റെ ചാനലിൽ ഒരു പ്രത്യേക ക്ഷണം തന്നെയുണ്ട്. പക്ഷേ നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തില്ല. പൊങ്കാലയാണെങ്കിൽ പോലും മാന്യമായ ഭാഷയിൽ നമുക്ക് കമൻറ്റുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ അതൊരു കുശുമ്പാകരുത്. കാരണം എനിക്കോ പോകാൻ പറ്റുന്നില്ല, എനിക്കോ നിങ്ങൾ വിചാരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം മറ്റുള്ളവർക്കും വേണ്ട എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്ന കമൻസ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇട്ടോ, അതിനുള്ള മറുപടി ഞാൻ പെട്ടെന്ന് തന്നെ ഓടി വന്ന് തരാം കേട്ടോ. അപ്പോൾ ഇനി ആർക്കും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കമൻസുകൾ തരില്ലേ, എൻ്റെ 1-2 വീഡിയോസ് ബാക്ക് പോയി നോക്കുക, എൻ്റെ ലൈവുകൾ 1-2 എടുത്ത് നോക്കുക. അപ്പം മനസ്സിലാകും ഞാൻ അങ്ങനെ കമൻസുകൾക്കൊക്കെ മറുപടി തരുന്ന ഒരാളാണെന്ന്. അപ്പം ഇന്നത്തെ തള്ളിമറിക്കൽ ഇതോടുകൂടി അവസാനിച്ചു. അടുത്ത വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അതുവരെയും എല്ലാവർക്കും ടാറ്റാ ബൈ.